അതിഭീകര കാമുകൻ. ഈ സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ പറയാൻ തോന്നുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നിലവാരമില്ലാത്ത, ഇത്രയും എന്താ പറയുക, ഇത്രയും മോശമായിട്ടുള്ളൊരു സിനിമ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ലുക്മാൻ അവറാനും ദൃശ്യാരഘുനാഥുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ലുക്മാൻ്റെ സുഹൃത്തായിട്ട് നമ്മുടെ കോമഡി ഷോയിൽ നിന്നൊക്കെ കയറി വന്നിട്ടുള്ള അശ്വിൻ വിജയൻ വന്നിട്ടുണ്ട്. പിന്നെ കാർത്തിക് പി, നമ്മുടെ പിക്കപ്പ് ലൈൻ വഴി ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആൾ ഫെയിം. പിന്നെ ലുക്മാൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ഡയസിറയിലും നമ്മുടെ കെട്ടിയോളാണ്ട് മലകയിലൊക്കെ വന്ന് ഇപ്പോൾ ഒരുപാട് റീസെൻ്റ്ലി അമ്മ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരി, എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. അവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പരിചയമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ റൈറ്റർ പരിപാടിയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞുതരാം ആരൊക്കെയാണെന്നുള്ളത്, കാരണം ആ പേരുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗൗതം തനിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിയാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും. നിതിൻ സി എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് വീണ്ടും ഡയറക്ടർ. അപ്പോൾ 2 പേരാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊഡ്യൂസേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. മതിയഴകൻ, സാം ജോർജ്. പിന്നെ റൈറ്ററായിട്ട് വേറൊരു പുള്ളി കൂടെ ഉണ്ട്, സുജയ് മോഹൻരാജ് എന്ന് പറഞ്ഞിട്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിബിൻ അശോകാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ശ്രീരാം ചന്ദ്രശേഖറാണ്. അങ്ങനെ കുറേ പേരുകൾ കാണുന്നുണ്ട്. അപ്പം ഇവരുടെ പേരുകളൊക്കെ ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ഇതിൻ്റെ കഥ, സ്റ്റോറി, ഡിറക്ഷൻ, റൈറ്റിംഗ് പരിപാടികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു സാധനം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് ഈ ഒരു കഥ സിനിമയാക്കാനുള്ളൊരു ഈ ഒരു കഥ സിനിമയാക്കാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? കാശ് ഒരുപാട് കൂടുതലുള്ളതിൻ്റെ പ്രശ്നമാണെങ്കിൽ അതൊരുപാട് ചിലവഴിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അത് സിനിമ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നിയത് ഈ സിനിമ കണ്ട സമയത്ത്. സിനിമയുടെ കഥയിലേക്ക് ഒക്കെ വരുന്ന സമയത്ത് 2014 സിനിമ കഥ നടക്കുന്നത്. അത് 2014 ഓൾറെഡി ഒരു ഡിസ്ക്ലൈമർ തന്നതുകൊണ്ട് കുറച്ച് ക്ഷമിക്കാം. പക്ഷേ 2014 പോലും ഇത്രയും അവസ്ഥ പിടിച്ച ഒരു മനുഷ്യനുണ്ടാവും എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സിനിമയിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 +2 കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടും കോളേജിൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിരുന്നു. 6 വർഷമായിട്ടും അമ്മയെ പറ്റിച്ച്, അമ്മ മാത്രമേ ഉള്ളൂ ആൾക്ക്, അമ്മയെ പറ്റിച്ച് ക്രിക്കറ്റ് കളിയും പരിപാടികളായിട്ട് നടക്കുന്ന നായകൻ. അങ്ങനെ ഈ നായകൻ അവസാനം നിർബന്ധിതനായി കോളേജിലേക്ക് പോവുകയാണ്. അങ്ങനെ കോളേജിലെത്തുന്ന നായകനും, അതായത് +2 കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം കോളേജിലെത്തുന്നു. അപ്പോൾ അത്യാവശ്യം ഏജ് ഓവറായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ കോളേജിലെത്തുന്നു. പക്ഷേ അമ്മയോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ്, അമ്മയെ വിട്ടു പോകാനാവുന്നില്ല, കോളേജ് ഹോസ്റ്റലിൽ നിൽക്കാനാവുന്നില്ല. അപ്പോൾ ഹോസ്റ്റലിലേക്കായിട്ട് ആളുടെ സുഹൃത്തായിട്ട് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ, കാർത്തിക് പി. അപ്പോൾ ആൾ ഡൽഹിയിൽ നിന്നാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിലേക്കാണ് ദൃശ്യാരഘുനാഥിൻ്റെ എൻട്രി. അനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട്. ലുക്മാൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അർജുൻ എന്നാണ്. അർജു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അനു, ദൃശ്യയുടെ ക്യാരക്ടർ വരുന്നു. പിന്നെ എന്താണ് ഈ സിനിമയിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ലോജിക്കിനപ്പുറത്തേക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ അപ്പുറത്തേക്കൊക്കെ നമുക്ക് ഇത് എന്ന് ഇപ്പോൾ മീംസിലൊക്കെ കളിക്കുന്ന പോലത്തെ ആ സാധനം നമ്മൾ സ്ഥിരം അപ്പുറത്തിരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ സിനിമയുടെ പോക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇത്രയും വളരെ തരം താണ രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിലൊക്കെ റീൽസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. പുതിയ ചെറുക്കന്മാർ, പിള്ളേർ. അവരുടെ റീലിൻ്റെ ക്വാളിറ്റി പോലും, അതിൻ്റെ ഒരു കണ്ടൻറ് ക്വാളിറ്റി പോലും ഇത്രയും 2 മണിക്കൂറിൽ കൂടുതലുള്ള ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു അംശം പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് ഒരു കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അവർക്ക് പോലും അറിയാം എങ്ങനെ ഷോട്ട് വെക്കണം, എങ്ങനെ കട്ട്സുകൾ അറേഞ്ച് ചെയ്യണം. ഒരു സാധനം അതും 1-1.5 മിനിറ്റേ ഉണ്ടാവുള്ളൂ റീലുകളൊക്കെ. അപ്പോൾ അതിൽ കൂടെ എങ്ങനെ ഇത് കാണുന്ന ആളെ പിടിച്ചിരുത്താം, എങ്ങനെ തങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം അവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് അവർക്ക് പോലും അറിയാം. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഞാൻ വില കുറച്ച് കാണില്ല. പക്ഷേ സ്റ്റിൽ അത്രയും ചെറിയൊരു പ്ലാറ്റ്ഫോം പോലും ഇത് ചെയ്ത് ഫലിപ്പിക്കുന്ന ആളുകൾ, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു സാധനം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് കൂടെ നമുക്ക് പറഞ്ഞു തരാൻ, നമുക്ക് കൺവേ ചെയ്യാൻ ഇവർക്കൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിഭീകര കാമുകൻ എന്നായിരുന്നില്ല ഈ സിനിമയ്ക്ക് ഇടേണ്ട പേര്. അതിഭീകര മൊണ്ണ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോളേജിലുള്ള ലുക്മാൻ്റെ സുഹൃത്തായിട്ടുള്ള ലുക്മാൻ്റെ ക്യാരക്ടറിനെ അർജുനെ ഇടയ്ക്കിടയ്ക്ക് മൊണ്ണേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ മൊണ്ണയാവാം, കുഴപ്പമില്ല. നമ്മളങ്ങനെ മൊണ്ണ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മണ്ടത്തരത്തിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഇച്ചിരി അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം ഇതിൻ്റെ അകത്ത്
വൺ സൈഡ് പ്രണയം നമുക്കറിയാം. അപ്പോൾ അത് ഫെയിലാവുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സും നമുക്ക് മനസ്സിലാവാം. പക്ഷേ അത് അപ്പുറത്തുള്ള അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ബാധിക്കുന്ന ലെവലിലേക്ക് പോവുകയും ആ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയി അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് അത്ര ശരിയല്ല എന്നാണ്. അതായത് ഈ കഥയുടെ ഒരു ഹോൾ ത്രെഡ് തന്നെ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ശേഷം ലുക്മാൻ്റെ ക്യാരക്ടർ എന്താ പറയുക കടന്നു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താ പറയുക വളരെ ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് തോന്നിപ്പോയി. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ സ്വന്തം സുഹൃത്തിനെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ ഇതിലൊരു സീനുണ്ട്, നമ്മുടെ അശ്വിൻ്റെ ക്യാരക്ടർ ലുക്മാൻ്റെ വണ്ടിയുടെ പിറകെ ഒരു 4 കിലോമീറ്റർ ഓടുന്നുണ്ട്, ലുക്മ വണ്ടി നിർത്തുന്നില്ല. അപ്പോൾ സ്വന്തം സുഹൃത്തിനെ അങ്ങനെ ഇട്ടിട്ട് പോവുകയും, പിന്നെ അത് മാത്രമല്ല അമ്മ, ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ മദറാണ്, അപ്പോൾ ആ അമ്മയെ പോലും വെള്ളം അടിച്ച് വന്ന് തെറി പറയുന്ന ലെവലിലേക്ക് ഈ ഒരു പ്രേമനൈരാശ്യം ആ ക്യാരക്ടറിനെ, അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയാണ്, ആ അമ്മയെ രാത്രി വെള്ളമടിച്ച് വന്ന് തെറി പറയാണ്. എന്ത് കാരണം? ഒരു പെൺകുട്ടി, അതും താൻ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല ആ കുട്ടിയോട്, ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കുട്ടി ഓൾറെഡി പറയുന്നുണ്ട് ഇത് അറിയുന്ന സമയത്ത് എനിക്ക് നിന്നോട് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ സ്വന്തം അമ്മയെ പോയി ഇതിൻ്റെ പേരിൽ തെറി പറയുന്നത് കാണുമ്പോൾ, അതിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ ആകെ മൊത്തത്തിൽ അസഹനീയം എന്ന് തന്നെ പറയാം. അതായത് മലങ്കൾട്ടായിട്ടോ വേറെ ഏതൊരു കൾട്ടായിട്ടോ പോലും ആസ്വദിക്കാൻ പറ്റാത്ത അത്രയും നിലവാരമില്ലാത്ത ഒരു സിനിമ. ഇപ്പം അതുമാത്രമല്ല, തിയേറ്ററിൽ ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇറങ്ങിപ്പോകുന്ന തരത്തിലൊക്കെ അളവുക്ക് പണി വെച്ചിരിക്കെ അത്രയും ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ടൊവിനോടൊരു വോയിസ് ഓവർ നരേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ടൊവിനോ അല്ല, ഇപ്പോൾ അമിതാഭ് ബച്ചൻ വന്നിട്ട് വോയിസ് ഓവർ കൊടുത്താലും ഈ സിനിമയെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആളുകളെ ഇറക്കി വിടുന്ന ഒരു തരത്തിലേക്ക്, ആളുകൾ ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയിലേക്കുള്ള അവസ്ഥയായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പോക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ വേറൊന്നും പറയാനുള്ളത് പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് പെർഫോമൻസുകളുടെ കേസിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ വൈസ് ആയിട്ടോ. മ്യൂസിക്കിൻ്റെ ഒക്കെ കാര്യം വളരെ പണ്ട് ലാലേട്ടൻ ഏതോ പടത്ത് പറഞ്ഞ പോലെ, ഈ സ്കോർ നീ സർക്കസിൽ സൈക്കിൾ ഔട്ടുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ടോ എന്ന് പറയുന്ന തരത്തിലുള്ള സ്കോറുകളും പാട്ടുകളും. സിഡ് ശ്രീറാമൊക്കെ വന്നൊരു പാട്ടൊക്കെ പാടി പോയിട്ടുണ്ട്. ഒട്ടും ഇമ്പ്രസീവ് ആയിരുന്നില്ല. ഒരു ആസ്പെക്ട്സ് പോലും ഈ സിനിമയുടെ ഒരു സാധനങ്ങളും ഒന്നും ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെർഫോമൻസ്, ലുക്മാൻ്റെ കരിയർ വേസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലുക്മാനെ നമുക്കറിയാം, പുള്ളി അഭിനയിക്കാൻ അറിയാത്ത ആളോ ഒന്നും അല്ലല്ലോ. നമ്മൾ തല്ലുമാലയിൽ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് എത്രയോ സിനിമകളിൽ ആളുടെ അപ്പോൾ എനിക്ക് പറയാനുള്ള ലുക്മാനോട്, ഇതിൻ്റെ കഥ പോലും കേൾക്കാതെയാണോ ഈ സിനിമ പിക്ക് ചെയ്തത് എന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുള്ളിക്ക് എന്താ പറയുക, നായകനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി, എന്നാൽ പിന്നെ അങ്ങ് അഭിനയിച്ച് കളയാം എന്നുള്ളൊരു തോന്നലാണോ സിനിമ ചെയ്ത്? നമ്മളൊക്കെ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പുള്ളിക്ക് പറയുന്ന പോലെ ചെറിയ രീതിയിലെങ്കിലും പുള്ളിക്ക് ഫാൻ ബേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തല്ലുമാല, ആലപ്പുഴ ജിംഖാന പോലുള്ള സിനിമകളിൽ അങ്ങനത്തെ റോളുകളിൽ പുള്ളിയെ കണ്ടിട്ട് പുള്ളിക്ക് ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വെറുതെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങി ഒരുപാട് ധ്യാൻ ശ്രീനിവാസൻ സിനിമകളൊക്കെ നമ്മൾ ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും ധ്യാൻ ശ്രീനിവാസൻ സിനിമകളൊക്കെ ഈ സിനിമ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ബോംബുകളെക്കാളും എത്രയോ, ഇതൊരു നനഞ്ഞ പടക്കമോ അല്ലെങ്കിൽ ആ ബോംബുകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആറ്റം ബോംബായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതിഭീകര കാമുകൻ ഇതിൻ്റെ അവസാനം അതിഭീകര മകനായി മാറുന്നുണ്ട്, അതിഭീകര കാമുകൻ. കാരണം അമ്മപ്പാസം വരുന്നുണ്ട്, പിന്നെ സുഹൃത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ആയിട്ടുള്ളൊരു പാസം വരുന്നുണ്ട്. അങ്ങനെ വേറെ ഒരുപാട് പാസങ്ങളൊക്കെ വന്നുപോയി തീർത്തും അസഹനീയമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറുകയാണ് അതിഭീകര കാമുകൻ ഉണ്ടായത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് പറയാൻ. എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.